ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ സതീഷ് കെ, രജിസ്ട്രാർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കമ്മീഷണർ സി കെ രാമകൃഷ്ണൻ, പ്രിയപ്പെട്ട ഖാദർ പാലാഴി, മുഹമ്മദ് അഫ്സൽ, പി എ റഷീദ് സാഹിബ്, ഏറെ ബഹുമാന്യരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അംഗങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഭ്യുതകാംക്ഷികളായ അയൽക്കാർ അല്ലേ ആയിട്ടുള്ള ബഹുമാന്യരെ, രജിസ്ട്രാർ പറഞ്ഞതുപോലെ ഇന്ന് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് സന്ദർഭം ഒരുങ്ങിയത് വളരെ പ്രസക്തമായി. ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ ജനതയെ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ ഭരണഘടന അതിൻ്റെ 75-ാം പിറന്നാൾ ആഘോഷിക്കുന്ന, വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഭരണഘടനയുടെ അക്ഷരങ്ങളെ പ്രയോഗതലത്തിൽ സാർത്ഥകമാക്കാൻ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന വിവരാവകാശ നിയമത്തിൻ്റെ 2 പതിറ്റാണ്ടിനെ ഒരു വിശകലനത്തിന് വിധേയമാക്കാൻ ഇന്ന് തെരഞ്ഞെടുത്തത് വളരെ ഉചിതമായി. വിവരാന്വേഷകർ എന്ന് പറയുന്ന വിവരാന്വേഷക പ്രവർത്തകർ എന്ന് മാത്രം പറഞ്ഞാൽ ആക്ടിവിസ്റ്റുകളായി ഒതുങ്ങും. അങ്ങനെയല്ല, വിവരാന്വേഷകരെല്ലാവരും തങ്ങളുടെ ശക്തി തെളിയിച്ച 2 പതിറ്റാണ്ടാണ് കടന്നുപോയത് എന്ന് ആ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കൊണ്ട് വളരെ അഭിമാനത്തോടെ പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. പണ്ഡിതനായ, വിവരങ്ങൾ ശേഖരിക്കുന്നതിനും മനനം ചെയ്യുന്നതിനും ഏറെ തൽപരനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രജിസ്ട്രാർ സതീഷ് ഇവിടെ പറഞ്ഞതുപോലെ വിവരാവകാശ നിയമം നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെയും സ്പർശിച്ചു നിൽക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിന് 2-3 ഘട്ടങ്ങളുണ്ട്. ലോകയുദ്ധങ്ങൾക്ക് മുമ്പും ശേഷവും, ചേരിചേര പ്രസ്ഥാനത്തിന് മുമ്പും ശേഷവും, വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ തകർച്ചയ്ക്ക് മുമ്പും ശേഷവും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിന് ഘട്ടങ്ങളുണ്ട്, ദശാസന്ധികളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും, സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടം, അങ്ങനെയൊക്കെ ചരിത്രത്തിൽ വേർതിരിവുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് ഐക്യകേരള രൂപീകരണത്തിന് മുമ്പും ശേഷവും, EMS മന്ത്രിസഭയ്ക്ക് മുമ്പും ശേഷവും, ഭൂപരിഷ്കരണ നിയമത്തിന് മുമ്പും ശേഷവും, ഇങ്ങനെ വേർതിരിവുകളുണ്ട്. എന്നാൽ ലോകത്ത് മനുഷ്യ ചരിത്രത്തെ നെടുകെ പിളർന്ന ശക്തമായ ഒരു കാലഘട്ടമാണ് വിവരാവകാശ നിയമം ഉപയോഗപ്പെടുത്തിയവരും ഉപയോഗിക്കാത്തവരും എന്നത്. ലോകത്ത് സ്വീഡനിൽ 1766 ആദ്യമായി ഈ നിയമം നിലവിൽ വന്നു. 2005 നമ്മുടെ നാട്ടിൽ നമ്മുടെ പാർലമെന്റ് ഇത് പാസ്സാക്കിയത്.
ഒക്ടോബർ മാസം 12-ാം തീയതി ജമ്മുകാശ്മീർ ഒഴികെയുള്ള നമ്മുടെ മുഴുവൻ രാജ്യപ്രദേശത്തും ഇത് നിലവിൽ വന്നു. എന്തുകൊണ്ട് ജമ്മുകാശ്മീർ വന്നില്ല എന്ന് വെച്ചാൽ പ്രതിരോധ നിയമങ്ങളും ഔദ്യോഗിക രഹസ്യ നിയമങ്ങളും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾക്ക് ഇത് ബാധകമല്ലാതെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറയാൻ വന്നത് 1766 ശേഷം 2005 നമ്മുടേതല്ലാത്ത 56 രാജ്യങ്ങൾ ഈ നിയമം നടപ്പിലാക്കി. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന 57ാമത്തെ രാജ്യമാണ് നമ്മൾ. അന്ന് ആദ്യകാലത്ത് ഇൻഡെക്സ് എടുക്കുമ്പോൾ 57ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ ഇതിനെ ഉൾക്കൊണ്ടതെങ്കിലും ലോകത്ത് ജനങ്ങളിൽ വിവരാവകാശ നിയമം പ്രയോജനപ്പെടുത്തുന്ന ജനങ്ങളിൽ 2ാം സ്ഥാനക്കാരായിരുന്നു ഇന്ത്യക്കാർ. 20 വർഷങ്ങൾക്ക് ശേഷം 20 പടികൾ ഉയർന്നു നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ടേ പോലുള്ളൊരു ശക്തി പ്രയോഗതലത്തിൽ ഇതിനുണ്ടോ എന്നത് ഓഡിറ്റിന് വിധേയമാക്കേണ്ടത് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. വിവരാവകാശ നിയമം വളരെ ശക്തവും സജീവവുമായ നിയമമാണെന്ന് പറഞ്ഞു. ഇത് നമ്മളിന്ന് RTI അപേക്ഷകൾ സ്വീകരിക്കുന്നത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോഡുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തിളക്കമുള്ള സ്ക്രീനിൽ നോക്കി ശീതീകരിച്ച മുറിയിലിരുന്ന് മറുപടി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ടേബിളിലെ ചില അക്ഷരങ്ങളും അതിൻ്റെ രജിസ്റ്ററിൻ്റെ അക്കപ്പെരുക്കങ്ങളും മാത്രമാണ് എന്ന് ധരിക്കരുത്. രാജസ്ഥാനിൽ പണിയെടുത്ത പട്ടിണി പാവങ്ങളുടെ വിശപ്പിൻ്റെ അവർക്ക് ലഭിക്കുന്ന വേതന തികയാത്തതിൻ്റെ അതിന്മേൽ അടയിരിക്കുന്ന ഉദ്യോഗസ്ഥർ അതിൽ നിന്ന് ഇത്തൽ കണ്ണികൾ പോലെ ഊറ്റിക്കൊണ്ടുപോയ സർക്കാർ പണത്തിൻ്റെ ഒക്കെ കണക്കുകൾ ശേഖരിക്കാൻ കഥകൾ പറയുന്ന അതിശക്തമായൊരു സമരത്തിൻ്റെ ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ ആഗ്രഹിച്ചത് രണ്ടാലൊരു ചെയറിൽ ഇത് നടക്കണമെന്നാണ്. ഒന്നുകിൽ EMS ചെയറിൽ നടക്കണം, അല്ലെങ്കിൽ CH ചെയറിൽ നടക്കണം. CH ചെയറിൽ നടന്നു എന്നത് എനിക്കേറെ സന്തോഷം തരുന്നത് മറ്റൊരു ഘടകം ഈ സർവകലാശാലയുടെ സ്ഥാപകന്റെ നാമധേയത്തിൽ ആത്മാവ് തുടിക്കുന്ന ചെയറിൽ വന്നു നിന്ന് സംസാരിക്കാൻ കഴിയുന്നു എന്നതാണ്. മറ്റൊരു കാര്യം, എന്നെപ്പോലെ നിരവധി അബ്ദുൽ ഹക്കീമുമാർ ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളിൽ വന്നു നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് വിശ്രമമില്ലാതെ പണിയെടുത്തത് കൊണ്ട് എന്നേക്കാൾ മുമ്പേ ലോകം വിട്ടുപോയ മഹാരഥന്റെ നാമധേയത്തിലുള്ള ചെയറിൽ വന്ന് നിൽക്കാൻ കഴിയുന്നു എന്നതും അഭിമാനകരമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പണിയെടുത്ത തൊഴിലാളികൾ, പാചകത്തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, പാറപ്പണി ചെയ്യുന്നവർ, അവർക്കൊക്കെ നമ്മളിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത് നമ്മുടെ NRA എന്താ പറയുന്ന MD നരേഗയ്ക്ക് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജനങ്ങൾ പോകുന്നത് പോലെ പണിയെടുത്തുകൊണ്ടിരുന്ന അവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്ന സംഖ്യ എത്രയെന്ന് അവർക്കറിയില്ല. അവരെ കൊണ്ട് ഒപ്പിടിയിക്കാറുണ്ട്. അവർക്ക് ഇവർ പൈസ കൊടുക്കും, പക്ഷെ കൊടുക്കുന്ന എമൗണ്ട് തന്നെയാണോ എഴുതി പോകുന്നത്, അതിലധികമുണ്ടോ അവർക്കറിയില്ല. പക്ഷെ സംശയങ്ങളുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്കൊന്ന് അറിയണം, ആ കണക്ക് ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് അവർ പറഞ്ഞെടുത്തു നിന്നാണ് ഇതിൻ്റെ ആരംഭം. അത് ഔദ്യോഗിക രഹസ്യമാണ്, സർക്കാർ രഹസ്യമാണ്.
അത് പുറത്തു പറയാൻ കഴിയില്ല എന്നതായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്. അവിടെ നിന്ന് നടന്ന് തുടങ്ങിയ സമരം ആ സംസ്ഥാനത്തേക്കും പിന്നെ രാജ്യത്തൊട്ടാകെയും വ്യാപിച്ചതിൻ്റെ, ഞാൻ പെട്ടെന്ന് പറയാൻ, പല ഘട്ടങ്ങളിൽ പല സംസ്ഥാനങ്ങൾ അനുകൂലമായി വരികയും ആദ്യമായി തമിഴ്നാട്ടിൽ അറിയാനുള്ള അവകാശ നിയമം അവതരിപ്പിക്കപ്പെടുകയും അങ്ങനെയൊക്കെ വന്നാണ് നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം വന്നത്. ഈ നിയമം നൂറ് ശതമാനം ജനപക്ഷ നിയമം. അതിൻ്റെ വിശദീകരണം ഞാൻ പിന്നെ പറയാം. ജനപക്ഷ നിയമമായിരുന്നു എന്നത് എൻ്റെ സംസാരത്തിലെ ഒരു പോയിന്റാണ്. നമ്മുടെ നാട്ടിൽ ഇന്നും ഏറ്റവും ചിലവേറിയ, ഏറ്റവും സാമ്പത്തികം ആവശ്യപ്പെടുന്ന മേഖല നീതി തന്നെയാണ്. കഴിഞ്ഞ സ്കൂൾ കലോത്സവ സമയത്ത് ഒരു കുട്ടി തനിക്ക് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ നീതിപീഠത്തിന്റെ മുന്നിൽ ചെന്നു. വളരെ സജീവമായി, ചടുലമായി നമ്മുടെ നീതിപീഠം അതിനോട് സഹകരിക്കുകയും ഇടപെടുകയും ആ കുട്ടിക്ക് തൻ്റെ മാറ്റുരയ്ക്കാനുള്ള അവസരം നിഷേധിക്കരുത് എന്ന് വിധി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ കുഞ്ഞിന് മത്സരവേദിയിൽ കയറാൻ കഴിഞ്ഞില്ല. കാരണം ആ വിധി പകർപ്പ് വാങ്ങുന്നതിന് വക്കീൽ ചോദിച്ചത്രയും പണം കൊടുക്കാൻ രക്ഷകർത്താവിൻ്റെ കീശയ്ക്ക് കനമില്ലാതെ പോയത്. വിവരാവകാശ നിയമം ഏറ്റവും താഴെ തട്ടിലെ ജനങ്ങളെ കണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട നിയമം. ചങ്ങമ്പുഴയുടെ ഒരു കവിതയുണ്ട്, വിത്തനാഥന്റെ ബേബിക്ക് പാലും പയ്യൻ പണിയെടുക്കുന്നവൻ, ഞാൻ ആ വാക്കത്തെ അത് മറന്നു, എടുക്കുന്നവന്റെ കുട്ടിക്ക് ഉമിനീരും, ദൈവേച്ഛയല്ലത് ആണെങ്കിൽ അമ്മട്ടുള്ളൊരു ദൈവത്തെ ചവിട്ടുകളാണ് എന്നാ പറയുന്നത്. അതായത് പ്രതാപൈശ്വര്യങ്ങൾക്ക് മേലിൽ അടയിരിക്കുന്നവർക്ക് റിസർവ് ചെയ്യപ്പെട്ട കുറെ ആനുകൂല്യങ്ങളും കുറെ അവകാശങ്ങളും, അത് പണിയെടുക്കുന്നവനും അവന്റെ മകനുമാണെങ്കിൽ അതിനെ നോക്കി കണ്ണീരൊഴുക്കാനും ഉമിനീരിറക്കാനും മാത്രം വിധിക്കപ്പെട്ടൊരു സാമൂഹ്യ വ്യവസ്ഥിതി. ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുവാൻ ഏറ്റവും താഴേക്കിടയിലുള്ള ആളിന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കഴിയണം എന്നതാണ് വിവരാവകാശ നിയമത്തിന്റെ താല്പര്യം. ഇന്ന് 10 രൂപയ്ക്ക് നമുക്കൊരു ചായ കിട്ടൂല. 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഇപ്പോൾ ഉണ്ടോ? ഫീ അല്ല, റവന്യൂ സ്റ്റാമ്പ് ഇപ്പോൾ ഉണ്ടോ? ഇല്ല എന്നർത്ഥം. കാരണം അത് പ്രസക്തി പോയി ആ സ്റ്റാമ്പിൻ്റെ. ഒരു രൂപ ഉണ്ട്. അപ്പോ ഒരു ഏതൊരാളിനും ഏറ്റവും കുറഞ്ഞ ചിലവിൽ വിവരം ലഭിക്കാൻ അനുമതി നൽകുന്ന, അവകാശം നൽകുന്ന 10 രൂപയും ഒരു വെള്ളക്കടലാസും ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് മുതൽ പാർലമെന്റ് വരെയും വില്ലേജ് ഓഫീസ് മുതൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വരെയും നാട്ടിലെ ഏത് പൗരനും കടന്നു ചെല്ലുവാൻ അവസരമൊരുക്കിയ വിപ്ലവമാണ് വിവരാവകാശ നിയമം ചെയ്തത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ TV ഇന്ന് ചാനലുകളുടെ വിവരവിസ്ഫോടനത്തിൻ്റെ കാലമാണ്. എല്ലാ വാർത്തയും കേട്ട് കഴിയുമ്പം അവസാനം ന്യൂസ് റീഡർ ഒരു മിനിറ്റ് എടുത്തിട്ട് പറയും, ഇനി ഫാക്ട് ചെക്ക്. കേട്ടിട്ടില്ലേ? ഇനി ഫാക്ട് ചെക്ക്, ഇനി വസ്തുതകൾ പരിശോധിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏത് കുഞ്ഞിനും ബൈ ബർത്ത് ജേർണലിസ്റ്റ് ആകാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? അവരവർക്ക് കിട്ടുന്ന, അവരവരിലേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുനിമിഷം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന വിവരങ്ങൾ പലതും ഓതന്റിക് ആയിരിക്കണമെന്നില്ല. അത് അവരുടെ വേർഷൻ ആകാം, അല്ലെങ്കിൽ അവരുടെ കേട്ടുകേൾവിയാകാം. അതുകൊണ്ട് പല വാർത്തകൾക്കും ശേഷം ഫാക്ട് ചെക്കിങ് നടത്തിയിട്ട് പറയാണ്, ഇന്നത് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ അതല്ല എൻ്റെ വസ്തുത ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരിക. വിവരാവകാശ നിയമം ഉറപ്പുവരുത്തുന്നത് വിവരത്തെ അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പൗരന് ലഭ്യമാക്കുന്നു എന്നതാണ്. അഥവാ നമ്മളൊരു വാർത്ത കേട്ടാൽ അത് ചാനലിൻ്റെ വേർഷനാണ്,
നമ്മളൊരു വാർത്ത വായിച്ചാൽ അത് പത്രത്തിന്റെ വേർഷനാണ്. നമ്മുടെ കാതിലേക്ക് കണ്ണിലേക്ക് ഒരു വാർത്ത എത്തിയാൽ അത് നമുക്ക് കൊണ്ട് തരുന്നയാളിന്റെ കൈകടത്തലുകൾക്ക് വിധേയമാണ്, അവരുടെ എഡിറ്റിങ്ങിന് വിധേയമാണ്, അവരുടെ അഡീഷൻസിന് ഡിലീഷൻസിന് ഒമിഷൻസിന് വിധേയമാണ്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കുന്ന ഏത് വിവരവും യഥാതഥം ആ ഫയലിൽ നിന്നുള്ള ഒറിജിനൽ കോപ്പി ഫ്രം ദ ഒറിജിൻ ഇറ്റ്സെൽഫ് വി ആർ ഗെറ്റിംഗ് എന്നുള്ളതാണ്. ഒരു കൈകടത്തലുമില്ലാതെ ഒറിജിനിൽ നിന്ന് വിവരം ലഭിക്കുന്നു എന്നതാണ്. ഒരു നിയമം ലോകോത്തരമാകുന്നതിന് സാർവദേശീയമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 4 മാനദണ്ഡങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ആ നിയമം അതിൻ്റെ ഫീസും കോസ്റ്റും വളരെ ലളിതമായിരിക്കണമെന്നതാണ്. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ സാധനം. ഫീസും കോസ്റ്റും വളരെ ലളിതമായിരിക്കണം. രണ്ടാമത്, ആ നിയമത്തിന് ഒരു നോൺ ജുഡീഷ്യൽ അപ്പീലിംഗ് സംവിധാനം ഉണ്ടാകും, അപ്പലറ്റ് സംവിധാനം ഉണ്ടാകും. 3, അതിൻ്റെ വയലേഷനുള്ള ശിക്ഷ കർശനവും ചടുലവും കൃത്യവുമായിരിക്കണം. 3, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ ലളിതമായിരിക്കും. ഈ 4 യാഡ് സ്റ്റിക്സ് വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കൂ വിവരാവകാശ നിയമം. ഇത് 4ഉം പൂർത്തിയാക്കുന്നത്, അഥവാ ലോകോത്തര നിയമം തന്നെയാണ് വിവരാവകാശം. വളരെ ലളിതമായ നടപടിക്രമങ്ങൾ, വളരെ കുറഞ്ഞ ഫീസ്, ഒരു 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 ജുഡീഷ്യൽ അല്ലാത്ത അപ്പീൽ അധികാരി നിങ്ങൾക്ക് എപ്പോഴും ലഭ്യമാകുന്നത് അല്ലേ? പിന്നെയോ നിയമം വയലേറ്റ് ചെയ്താൽ ശിക്ഷ വളരെ കർശനവും ചടുലവുമാണ്. നമുക്കറിയാം ഇന്ത്യൻ ജനാധിപത്യം, നമ്മുടെ ജനാധിപത്യം ജനപ്രാതിനിധ്യത്തിൽ അധിഷ്ഠിതമാണ് അല്ലേ? ജനാധിപത്യ നിയമം ജനപ്രാതിനിധ്യ നിയമമാണ്. ജനങ്ങൾക്ക് പ്രതിനിധിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവന്റെ റോള് തീരുകയും പിന്നെ ജനാധിപത്യത്തിൽ പ്രവർത്തനം നടത്തുന്നത് ജനപ്രതിനിധി ആകുന്ന നിയമനിർമ്മാണ സംവിധാനവും അവരുടെ ഭരണ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് പോലെയുള്ള സംവിധാനങ്ങളുമാണ്. അധ്യക്ഷൻ പറഞ്ഞു ഇവിടെ നമ്മുടെ പില്ലറുകളൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വിളിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലം, അല്ലെ കേരള നിയമസഭ, ഇന്ത്യൻ പാർലമെന്റ്, അവരുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മൾ ഗാലറിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടും കരങ്ങളും നമ്മൾ നിയന്ത്രിച്ച് നിശബ്ദമായി ശ്വാസമല്ലാത്തതിനെ ഒന്നിനും ചലിപ്പിക്കാതെ നമ്മൾ ഇരിക്കണം. അവിടെ നടക്കുന്ന ചർച്ചയിൽ അതിനേക്കാൾ എക്സ്പെർട്ടൈസ് ഉള്ള നമുക്ക് ആ ചർച്ചയിൽ വളരെ വാല്യൂബിളായ ഒരു അഭിപ്രായം മനസ്സിൽ ഉദിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും വി ഹാവ് ടു കീപ് മം. നമുക്കൊന്നും പുറത്ത് പറയാൻ കഴിയില്ല, ആ ചർച്ചയിൽ നമുക്ക് ഇടപെടാനേ കഴിയില്ല. ശരിയല്ലേ? എക്സിക്യൂട്ടീവ് സർക്കാർ ഓഫീസിലേക്ക് ചെന്നാൽ സേവനം തീരുമാനിച്ചിട്ട് അവന് വേതനം കൊടുക്കുന്നതും ഈ വേതനത്തിന് വേണ്ടി പണിയെടുക്കാൻ വരുന്നതുമാണ് ഉദ്യോഗസ്ഥൻ. ശരിയാണ് അല്ലേ? ജുഡീഷ്യറിയിലേക്ക് ചെന്നാൽ ഇതിലും കർശനമാണ്. ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് പോലും വിലക്കും നിയന്ത്രണങ്ങളുമുള്ള ഒരു സമൂഹം ഇരുന്നുകൊണ്ട് നീതിയുടെ കണ്ണും കാതും അല്ലേ കെട്ടിവെച്ചുകൊണ്ട് നീതി നടപ്പാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു വിഭാഗമാണ്. മീഡിയ ആണ് നമ്മുടെ 4ാമത്തെ സ്തംഭം. ഈ മീഡിയ വെക്കുന്നിടത്ത് വിളമ്പുന്നിടത്ത് അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. വെക്കുന്നതും വിളമ്പുന്നതും കൂടിപ്പോയാൽ കുറഞ്ഞു പോയാൽ വിളിച്ചു പറയുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇവിടെ എവിടെയും നമ്മൾ സാധാരണ പൗരനെ കണ്ടോ? സാധാരണ പൗരൻ അവിടെ എല്ലാം വെറും കാഴ്ചക്കാരനാണ്. കണ്ണും കാതും ചലിപ്പിക്കാതെ വെച്ചുകൊണ്ട് ഇരിക്കേണ്ടതാണ്. എന്നാൽ ഈ പറഞ്ഞ എല്ലാ സംവിധാനത്തിനും പ്രവർത്തിക്കാനുള്ള വിഭവം കൊടുത്തത് ഈ പൗരനാണ്, അവന്റെ നികുതി പണമാണ്. 5 ആണ്ടേക്കൊരിക്കൽ ലെജിസ്ലേച്ചറിനെ മാറ്റിയെടുക്കുന്നതും വാഴ്ത്തുന്നതും വീഴ്ത്തുന്നതും ഈ നികുതിദായകന്റെ പൗരന്റെ സമ്മതിദാനാവകാശവും. ഞാൻ നൽകിയ അധികാരവും
ഞാൻ വകവെച്ചു കൊടുത്ത എൻ്റെ നികുതി പണവും ഉപയോഗിച്ച് എൻ്റെ നാട്ടിലെ എൻ്റെ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയുവാനുള്ള എൻ്റെ അവകാശമാണ് വിവരാവകാശ നിയമത്തിലൂടെ സാധ്യമായത്. 2005 മനസ്സിലായി? ഇവിടെ ഒരു വിപ്ലവം വേറെ നടന്നിട്ടുണ്ട്. ജനപ്രാതിനിധ്യ ഭരണത്തിൽ നിന്ന് ജനപങ്കാളിത്ത ഭരണത്തിലേക്ക് ജനാധിപത്യത്തെ പരിവർത്തിപ്പിച്ചു പുരോഗമിപ്പിച്ചു എന്ന ഒരു വിപ്ലവം കൂടി വിവരാവകാശ നിയമം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഇവിടെ എവിടെയും ജനങ്ങൾക്ക് പ്രവേശനമില്ല, ജനങ്ങളുടെ സാന്നിധ്യമില്ല. ജനം എന്ന് നമ്മൾ പറയുന്ന മഹാത്മജി പറഞ്ഞതുപോലെ ഏതൊരു ഭരണ സംവിധാനത്തിൻ്റെയും ഏതൊരു രാജ്യത്തിൻ്റെയും പ്രവർത്തനത്തിന്റെ അളവുകോൽ അവിടുത്തെ ഏറ്റവും താഴേക്കടയിൽ നിൽക്കുന്നവന്റെ ജീവിതാവസ്ഥയും അവന്റെ സ്വാതന്ത്ര്യവും പരിഗണിച്ചാണ് അളക്കേണ്ടത്. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നതും വിവരാവകാശ നിയമം പറയുന്നതും അങ്ങനെയാണ്. പൗരൻ 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 എന്ന നിലക്കാണ്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ആദ്യം വന്ന നിർദ്ദേശം സിവിക് ബോഡി തലത്തിൽ ചർച്ച ചെയ്യണം, അവിടുന്ന് തീരുമാനങ്ങൾ പോകണം, അവന്റെ അവകാശങ്ങൾ അവിടുന്ന് സംരക്ഷിക്കപ്പെടണമെന്നാണ്. അല്ലേ? വളരെ പെട്ടെന്നാണ് ഭരണഘടന നമ്മുടെ സമിതി എന്ത് ചെയ്തത്? പോരാ, അത് പൗരൻ സിറ്റിസൺ സെന്റേഡ് ആയിരിക്കണം, പൗരനെ കേന്ദ്രീകരിച്ചു. അത് തന്നെയാണ് വിവരാവകാശ നിയമം. ഞാൻ പറയാൻ വന്നത്, ഏറ്റവും താഴേക്കടയിലുള്ള പൗരനാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രയോക്താവ്. മറ്റ് നിയമങ്ങളും ഈ നിയമം തമ്മിൽ വേറൊരു വ്യത്യാസം ഞാൻ പറയാം. മറ്റെല്ലാ നിയമവും നടപ്പിലാക്കുന്നത് അധികാരി പറയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നടപ്പിലാക്കുന്നത് രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ്. ഇവിടെ കേരള സർക്കാരിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, എല്ലാ സർക്കാർ വകുപ്പുകൾക്കുമുണ്ട്, പോലീസിനുണ്ട്, ബാക്കി എല്ലാവർക്കും ഉണ്ട്. ഈ എല്ലാ നിയമവും അനുദിനം ശക്തിപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയുമാണ്. അങ്ങനെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യവസായങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതെന്ന് നമുക്കറിയാം. ഒരു വ്യവസായം തുടങ്ങാൻ എങ്ങനെങ്കിലും 10 രൂപ, 1000 രൂപ, 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയും കൊണ്ട് ഒരുത്തം വന്നാൽ ഇലക്ട്രിസിറ്റിക്കാരൻ നിയമം കർശനമാക്കി അവന് കറണ്ട് കൊടുക്കാതിരിക്കാൻ എന്താ മാർഗം? കൊടുത്താൽ കൂടുതൽ കാശ് വാങ്ങാൻ എന്താ മാർഗം? പഞ്ചായത്തുകാരൻ, മുനിസിപ്പാലിറ്റി അവനിൽ നിന്ന് മാക്സിമം പൈസ വസൂലാക്കാൻ എന്താ മാർഗം? ജീവിതത്തിൽ ഒരിക്കലും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾ കടന്നു ചെല്ലാത്ത ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും അവിടെ റാമ്പ് വയ്ക്കാനും അവന് പറ്റുന്ന ടോയ്ലറ്റ് നിർമ്മിക്കാനും നിർബന്ധം പിടിക്കുന്ന സംവിധാനം, അങ്ങനെ കർശനമാക്കി നിയമങ്ങൾ കൊണ്ടുപോകുന്നു. ആര്? അതത് സംവിധാനങ്ങളുടെ എല്ലാം നായകന്മാർ. അനുദിനം അത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ നിയമത്തെ ലംഘിച്ചാൽ അതിന് ശിക്ഷാ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരാ ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണ സംവിധാനമാണ്. ഈ ഭരണ സംവിധാനം തന്നെ വിവരാവകാശ നിയമത്തെ അനുദിനം ദുർബലമാക്കുവാനും വിവരാവകാശ നിയമത്തിന്റെ പിടിയിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാവോ അത്തരം പഴുതുകൾ തേടിക്കൊണ്ടിരിക്കുകയുമാണ്. കാരണം എന്തെന്നറിയാം? ഇവിടെ നേരെ തിരിച്ചാണ്. വിവരാവകാശ നിയമം പ്രയോഗിക്കുന്നത് പൗരനാണ്. വിവരാവകാശ നിയമത്തിന്റെ ഗുണഭോക്താവും പൗരൻ തന്നെയാണ്. വിവരാവകാശ നിയമത്തിലെ ഡിഫോൾട്ടർ, പ്രതി, എതിർകക്ഷി എന്ന് പറയുന്നതാണ് സംവിധാനം, സർക്കാർ സംവിധാനം. മറ്റെല്ലായിടത്തും ഭരണകൂടമാണ്, ഉദ്യോഗസ്ഥരാണ്, എക്സിക്യൂട്ടീവാണ്, സംവിധാനമാണ് നിയമം നടപ്പാക്കുന്നത്. അവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത് പൗരനാണ്. പോക്സോ നിയമം എടുത്താൽ, വേറെ ഏത് നിയമം എടുത്താലും നിയമത്തിന്റെ വയലേറ്റർ അവിടെ ആരാണ്? പൗരനാണ്. വിവരാവകാശ നിയമത്തിൽ നിയമത്തിന്റെ വയലേറ്ററായിട്ട് വരുന്നത് ആരാണ്? ഉദ്യോഗസ്ഥനാണ്, എക്സിക്യൂട്ടീവ്. ഇവിടെ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് 100% എന്താണ്, സിറ്റിസൺ ഫ്രണ്ട്ലി ആണ്, ജനപക്ഷ നിയമം. ഇവിടെ ജനമാണ് ചോദ്യം ചെയ്യുന്നത്, മറുപടി പറയേണ്ടത് സംവിധാനമാണ്, സിസ്റ്റമാണ്.
മറ്റെല്ലാ നിയമത്തിലും വയലേറ്ററെ ശിക്ഷിക്കുന്നത് സിസ്റ്റമാണ്, സംവിധാനം. ഈ നിയമത്തിൽ വയലേറ്ററെ ശിക്ഷിക്കുന്നത് പൗരനാണ്, ശിക്ഷ ഏറ്റുവാങ്ങുന്നത് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തെ ദുർബലമാക്കുവാൻ വളരെ ആസൂത്രിതവും സുചിന്തിതവുമായ ശ്രമങ്ങൾ ഔദ്യോഗിക സംവിധാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഇനിയും അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ ആ ശ്രമങ്ങൾക്ക് നടുവിൽ നിന്ന് ഈ നിയമത്തെ ശക്തമായി സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ബാധ്യത മറ്റാർക്കുമല്ല, ഈ പറയപ്പെടുന്ന പൗരന് തന്നെയാണ്. ഞാൻ പറഞ്ഞു ശരിയല്ലേ? പൗരന് തന്നെയാണ് വിവരാവകാശ നിയമത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ബാധ്യത. ചില സർക്കാർ ഏജൻസികൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് പോലെ വിവരാവകാശ നിയമത്തിന്റെ ചിറകരിയാനും അതിനെ കൂട്ടിലടയ്ക്കുവാനുമുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. പക്ഷേ അത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്ന കൂട്ടിലൊന്നും കയറാനും മാത്രം മെലിഞ്ഞതല്ല 20 ആണ്ട് പിന്നിട്ട യൗവനത്തിന്റെ ശക്തമായ ചോരത്തിളപ്പിൽ നിൽക്കുന്ന വിവരാവകാശ നിയമം എന്ന് പറയുവാനും നമുക്ക് അഭിമാനം. ഈ നിയമം അഴിമതിയെ ഇല്ലാതാക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ പിടിച്ചു കെട്ടുന്നതിനോ അല്ല, നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിയുടെ പല്ലും നഖവും പറിച്ചെടുക്കുവാനോ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ചരിത്രവുമാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നമുക്കുള്ളത്. നിങ്ങൾക്കറിയാം, ബോഫോസ് കേസ് പുറത്തു കൊണ്ടുവന്നത് വിവരാവകാശ നിയമം. നമുക്കറിയാം, ഡൽഹിയിൽ ഒരു സർക്കാരിനെ മാറ്റി വേറൊരു സർക്കാർ സംവിധാനത്തെ ഡൽഹി സംസ്ഥാനത്ത് സ്ഥാപിച്ചത് വിവരാവകാശ പ്രവർത്തകരാണ്. ഷീലാ ദീക്ഷിത് അനിലില്ലേ അല്ലേ? ഷീലാ ദീക്ഷിത് എന്ന മുഖ്യമന്ത്രിക്ക് മനാഫെ അധികാരം വിട്ടു പോകേണ്ടി വന്നത് വിവരാവകാശ നിയമം മുന്നിൽ വെച്ചുകൊണ്ട് കെജ്രിവാളിനെ പോലെയുള്ള വിവരാവകാശ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ നടത്തിയ സമരത്തിന്റെ ഫലമായിട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ അഴിമതി കഥകളും വരുമ്പോൾ പെട്ടെന്ന് ഈ ഫയലുകൾ കാണാതാവും. വിവരാവകാശ പ്രവർത്തകർ ഇത് ചോദിച്ചു വരുമ്പോ ഫയലുകൾ മിസ്പ്ലേസ്ഡ് ആകും, അല്ലെങ്കിൽ ഫയൽ ലോസ്റ്റ് ആകും. നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഫയലിൽ നിന്ന് അപ്പോഴൊക്കെ പകർപ്പുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ന് നോളജ് ഈസ് പവർ അല്ലേ? മറ്റെല്ലാ പവറും പോയി. മണി ഈസ് പവറും മൈറ്റ് ഈസ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്ന കാലഘട്ടം അതൊക്കെ പോയി. ഇന്ന് ഡാറ്റ ആരുടെ കയ്യിലുണ്ടോ അവനാണ് ശക്തൻ. ഞാനും നിങ്ങളും കാറിൽ സഞ്ചരിക്കുമ്പോ എന്റെ കാർ ഏത് ഇടവഴിയിലൂടെ സഞ്ചരിക്കുന്നു പോകുന്നു എന്ന് സാറ്റലൈറ്റിൽ അറിയാൻ കഴിയുന്ന കാലഘട്ടമാണ് അല്ലേ? നമ്മുടെ സഞ്ചാരത്തെ നിയന്ത്രിക്കും. നമ്മൾ പോകുമ്പോൾ നിങ്ങൾ വഴി തെറ്റി ഇച്ചിരി നേരെ പോകൂ എന്ന് നിങ്ങളോട് പറയണമെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റം നിങ്ങളോട് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് സിസ്റ്റത്തിന് അറിയുന്നതാണ്. ആ സിസ്റ്റം എവിടെയാണോ ലിങ്ക് ചെയ്യപ്പെട്ടുള്ള അവിടെ നിങ്ങളെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ഉണ്ടെന്നാണ്. ശരിയല്ലേ? ഇന്ന് ഡാറ്റയാണ് കൈമുതൽ, പണമല്ല. ശരിയല്ലേ? അപ്പോ ഈ വിവരങ്ങൾ, ഫയലുകൾ മാറുകയും പകർപ്പ് ഫോട്ടോസ്റ്റാറ്റ് മന്ത്രിസഭ എന്ന് പേരുണ്ടായിരുന്ന ഒരു മന്ത്രിസഭ ഇന്ത്യയിലുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാലോ അല്ലേ? നമുക്കിവിടെ അതൊക്കെ പറയാമോ? പരിമിതികളുണ്ട്. ഒരു മന്ത്രിസഭ വന്ന് പോകുന്നതിനകം ചെയ്തത് സർക്കാരിന്റെ മുഴുവൻ രേഖകളും ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ടേ പോവുകയാണ്. ശരിയല്ലേ? അപ്പോ നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും വിവരാവകാശ നിയമത്തിലൂടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന ചരിത്രം നമുക്ക്. ഞാൻ നീട്ടി പറയല്ല, നമുക്കിതിനകത്ത് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷനിലായിരിക്കും. കൊച്ചിയിലുള്ള ഒരു പ്രവർത്തകൻ DB ബിനു കേരള പോലീസിന് എഴുതി ചോദിച്ചു, പോലീസിൽ എത്ര ക്രിമിനലുകളുണ്ട്? എന്തോ ക്രിമിനലുകളെ പിടിക്കുന്നതാണ് എൻ്റെ പോലീസിന്റെ ജോലി.
അദ്ദേഹം ചോദിച്ചു, പോലീസിൽ എത്ര ക്രിമിനലുണ്ട്? മറുപടി വന്നു, 1019 പേർ. എന്താ പറഞ്ഞ 1019 പേർ കേരളത്തിൽ ക്രിമിനലുകളായവർ നിയമപാലകരായി ലാത്തിയും പിടിച്ച് തോക്കും പിടിച്ച് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. മനസ്സിലായ? അതിൽ ഒരു IG ഉണ്ടായിരുന്നു അത്ര. ആ IG-യെ നിങ്ങൾക്കറിയുമോ? എനിക്കറിയും. അദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട്. ഞങ്ങളൊക്കെ കമ്മീഷണർമാരായി വന്നതിന് ശേഷം കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലേക്ക് നിർമ്മിച്ചൊരു റോഡിന്റെ ബില്ല് സമർപ്പിക്കാതെ പണം മാറിപ്പോയ കഥ ഞാൻ എടുത്തു പുറത്തു കൊണ്ടുവന്നു. സർവകലാശാലകളും മറ്റ് പരീക്ഷാ ബോർഡുകളും നടത്തുന്ന പരീക്ഷകളിൽ ഇന്റർവ്യൂ ബോർഡ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ സ്കോർ ഷീറ്റ്, അതിന്റെ സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് അറിയുവാൻ വിദ്യാർത്ഥിക്ക് അവകാശമുണ്ട് എന്നത് കേരളത്തിലെ വിവരാവകാശ നിയമം കൊണ്ടുവന്ന ഒരു നേട്ടമാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പത്തനംതിട്ടക്കാരി പെൺകുട്ടി ശ്രീവൃന്ദ നായർ എല്ലാ പരീക്ഷയിലും നന്നായി മേളിൽ വന്ന് നിൽക്കുന്നു. അവരുടെ തുടക്കം മുതലുള്ള സ്കോർ ഇങ്ങനെ നോക്കി വന്നാൽ ഷീ വിൽ ബി സെലക്ടഡ് ഓർ റാങ്ക് ലിസ്റ്റിൽ 1 അവരായിരിക്കണം. പക്ഷേ ഒറ്റ പോസ്റ്റേ ഉള്ളായിരുന്നു. ശ്രീവൃന്ദയ്ക്ക് നിയമനം കിട്ടിയില്ല. ഇന്റർവ്യൂവിൽ എല്ലാ സെക്ടറിലും ആ കുട്ടിക്ക് 18, 19, 17 മാർക്കുള്ളപ്പോ ഒരു സെക്ടറിൽ മാത്രം 2 മാർക്കും എതിർ കുട്ടിക്ക് 18 മാർക്കും. ആ കുട്ടി ജയിച്ചു, തെരഞ്ഞെടുക്കപ്പെട്ടു. കേസ് എന്റെ മുന്നിൽ വന്നു. ഡേസ്റ്റാറും BVCM എല്ലാം ഞാൻ കേട്ടു. തിരുവനന്തപുരത്ത് അവർ നേരെ വന്നു, എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുവന്നു. വിവരങ്ങൾ നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ അത് സംഭവമൊക്കെ ശരിയാണ്. ഇന്റർവ്യൂ ബോർഡ് ഞങ്ങൾക്കൊരു ലിസ്റ്റ് തന്നാൽ ആ ലിസ്റ്റ് അനുസരിച്ച് നിയമിക്കാനേ ഞങ്ങൾക്ക് മാർഗമുള്ളൂ. ഞാൻ കൊടുത്തൊരു ഓർഡർ ഉണ്ട്, ഇന്റർവ്യൂ ബോർഡിന് എങ്ങനെയും തീരുമാനിക്കാം, പക്ഷേ that should be substantiated and the split details of the score sheet should be disseminated to the public എന്ന് പറഞ്ഞു. ശ്രീവൃന്ദ നായർ is now working in മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അങ്ങനെ ഈ നിയമം വേറെ ചിലതൊക്കെ ഇപ്പൊ പറയാവുന്നതല്ല, നമുക്ക് ചോദിച്ചിട്ട് പറയാം. ഈ നിയമം അങ്ങനെ നമ്മുടെ നാട്ടിലും ഒരുപാട് നേട്ടം നമുക്കുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വിവരങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. പത്രപ്രവർത്തകർ ഇതിനകത്ത് മാക്സിമം ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാധനമാണ്. ഒരു പത്രപ്രവർത്തകൻ ബംഗാളിൽ, മറ്റൊരു പത്രപ്രവർത്തകൻ ലണ്ടനിൽ ഒരു ജോലിയില്ല, പക്ഷെ അയാളുടെ പത്രം ചൂടപ്പം പോലെ വിൽക്കുകയും ചെയ്യും. അയാൾ പുറത്തുനിന്ന് ഇറങ്ങുന്നില്ല. കൽക്കട്ടയിൽ ഒരു വിവരാസം കൊടുത്തു, അപേക്ഷ കൊടുത്തു. ഇന്ന ദിവസം ഇത്രാം തീയതി നിയമസഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു സമ്മാനം കൊടുക്കുകയും അവരെല്ലാം വാങ്ങുകയും ചെയ്തു. ആ സമ്മാനം വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു? മറ്റൊരെണ്ണം, ആ സമ്മാനം ആരാണ് കൊടുത്തത്? മറ്റേയാൾ എന്തുകൊണ്ട് നിഷേധിച്ചു? ഒരു കോൺട്രാക്ടർ കൊടുത്ത സമ്മാനമായിരുന്നു. നിഷേധിച്ച ആൾ പറഞ്ഞു, ഇത് കൈക്കൂലിയാണ്, അഴിമതിയാണ്. ഈ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ആ ബില്ലിനെതിരെ ഞാൻ വോട്ട് ചെയ്യുകയും ചെയ്യും. ഇന്ന് ഈ സമ്മാനം ഞാൻ നിഷേധിക്കുകയും ചെയ്യും. അന്ന് വൈകുന്നേരം അല്ലെ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങുന്ന ആ പത്രത്തിനല്ലേ സമൂഹത്തിനിടയിൽ ഡിമാൻഡ്? ശരിയല്ലേ? വിവരാവകാശ നിയമത്തെ ശക്തമായി ഉപയോഗിക്കുന്ന പത്രപ്രവർത്തക സമൂഹവും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിയമത്തെ അങ്ങനെ വേണ്ട വിധം സംരക്ഷിച്ചെടുക്കാനുള്ള ബാധ്യത പൗരസമൂഹം കൂടുതൽ ശക്തിയായി ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. വിവരാവകാശ പ്രവർത്തകർ മുമ്പൊക്കെ വളരെ കാര്യമായി ഇവിടെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ അടുത്ത സമയത്ത്
കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ളൊരു നഗരസഭയിൽ പരിശോധനയ്ക്ക് പോയ കാര്യം പറഞ്ഞു. ഒരു വിവരാവകാശ പ്രവർത്തകൻ അവിടെ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ഞങ്ങളുടെ ശ്രദ്ധയെ അവിടേക്ക് വിളിച്ചതാണ്. ഒരു ഫയലിൽ 3 പ്രാവശ്യം കോപ്പി എടുത്തപ്പോൾ ഒരു ഫിഗർ 3 പ്രാവശ്യവും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവരെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ മുനിസിപ്പൽ സെക്രട്ടറി ചോദിച്ചു, ഒരു വർഷം നിങ്ങൾ എത്ര രൂപയുടെ വൈറ്റ്നർ വാങ്ങുമെന്നാണ്. എത്ര രൂപയ്ക്ക് അവിടെ വൈറ്റ്നർ വാങ്ങുമെന്ന് നമ്മൾ ചോദിച്ചത്. അതുകൊണ്ട് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 8 എന്തൊക്കെ വിവരങ്ങൾ പുറത്തു കൊടുക്കണ്ട എന്ന് പറയുന്നത്, അത് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തെ മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥർക്കും കാണാപ്പാഠമാണ്. എന്ത്, എങ്ങനെ കൊടുക്കണ്ട എന്ന് മാത്രമല്ല, ആകെ 31 സെക്ഷനുകളുള്ള വിവരാവകാശ നിയമത്തിലെ ഈ 8ാം വകുപ്പിന് കിട്ടിയ അത്രയും പ്രചാരവും പ്രയോഗവും വകുപ്പിന്റെ മറ്റ് നിയമങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നത് വസ്തുത. സർവീസിലിരിക്കുമ്പോൾ വിവരാവകാശ നിയമത്തിനെതിരാണ് ഉദ്യോഗസ്ഥരെല്ലാവരും. സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രജിസ്ട്രാർക്കെതിരെ ആദ്യം വിവരാവകാശം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയ ആളായിരിക്കും. കാരണം എൻ്റെ മറ്റേ വേതനം കിട്ടിയില്ല, PF കിട്ടിയില്ല, ആ സാധനം കിട്ടിയില്ല, ഇന്ന വർഷം എനിക്ക് കിട്ടേണ്ടിരുന്ന ഇത്ര ഇൻക്രിമെന്റിന്റെ അല്ലേ പ്രൊമോഷൻ, അങ്ങനെ. അപ്പോ സർവീസിലിരിക്കുമ്പോൾ വിവരാവകാശ നിയമത്തിനെതിരും സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിവരാവകാശ നിയമത്തെ മാറോടണക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് എന്നതും പറയാതിരിക്കാൻ വയ്യ. ചുരുക്കി പറഞ്ഞാൽ വിവരാവകാശ നിയമം ഞാൻ പറഞ്ഞതുപോലെ ഈ നിയമം ഉണ്ടായ 2005 കാലത്ത് ജനപ്രാതിനിധ്യ നിയമമായിരുന്ന ജനാധിപത്യത്തെ 2 പതിറ്റാണ്ടിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അത് ജനപങ്കാളിത്ത നിയമമായി മാറ്റിയെടുക്കുന്നത്. എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ഓഫീസുകളിൽ സർക്കാർ ഫയലുകൾ പരിശോധിക്കുന്ന സംവിധാനമുണ്ട്. അത് അതത് വകുപ്പുകളുടെ ഓഡിറ്റ് മേധാവികൾ, ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ജനറൽ വിടുന്ന AGയുടെ ഓഡിറ്റ് ആയിരിക്കും. സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഓഡിറ്റ് ആവും. ഇതെല്ലാം ചെയ്യുന്നത് എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനങ്ങളെ നേർദിശയിലാക്കണോ എന്ന് നോക്കി നിലനിർത്തുവാൻ എക്സിക്യൂട്ടീവിന്റെ ഉയർന്ന വിഭാഗം തന്നെ നടത്തുന്ന പരിശോധനകൾ. എന്നാൽ 2005 മുതൽ ഇന്ത്യ രാജ്യത്തെ സർക്കാർ വകുപ്പുകളുടെ, സർക്കാർ ഓഫീസുകളുടെ ഫയലുകൾ പൗരൻ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിയമം പറയുന്നത് the citizen can inspect the file that is under the custody of a public authority. ഒരു പൊതു അധികാരിയുടെ കയ്യിലിരിക്കുന്ന ഏത് ഫയലും പൗരന് പരിശോധിക്കാം. ഇംഗ്ലീഷ് ഭാഷയിൽ വൊക്കാബുലറി കുറവുള്ളവരല്ല നിയമം ഉണ്ടാക്കിയത്. ഇതിന് സമാനമായ വരെ പദമില്ലാത്തതുകൊണ്ട് എന്നാൽ ഇൻസ്പെക്ടർ എന്നങ്ങ് എഴുതി വെക്കാമെന്ന് തീരുമാനിച്ചതല്ല. പൗരൻ AG പരിശോധിക്കുന്നത് പോലെ, ഫിനാൻസ് വകുപ്പ് പരിശോധിക്കുന്നത് പോലെ, ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റ് ടീം പരിശോധിക്കുന്നത് പോലെ സർക്കാർ വകുപ്പുകളിലെ ഫയലുകൾ പരിശോധിച്ച് തന്റെ പങ്കാളിത്തം ഉറപ്പാക്കിയ വിപ്ലവം കൂടിയാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു, കമ്മീഷണർമാർ വരും പോകും. വിവരാവകാശ നിയമം അപ്പോഴും സുരക്ഷിതമായിരിക്കേണ്ടത് നിങ്ങളുടെ പൗരന്മാരുടെ കരങ്ങളിലാണ്. ഏത് ഉദ്യോഗസ്ഥനും, ഏത് കമ്മീഷണറും, ഏത് വ്യാപാരിയും, ഏത് വ്യവസായിയും ആത്യന്തികമായി ഈ രാജ്യത്തിന്റെ പൗരനാണ്. പൗരന്മാരുടെ കരങ്ങളിലാണ് വിവരാവകാശ നിയമം സുരക്ഷിതമായിരിക്കേണ്ടത്. വിവരാവകാശ നിയമത്തെ വീണ്ടും ശക്തമായി സംരക്ഷിക്കുവാൻ, വിവരാവകാശ നിയമത്തെ കൂട്ടിലടക്കാൻ നടത്തുന്ന ശ്രമങ്ങളെയെല്ലാം പിടിച്ചുകെട്ടുവാനുള്ള അതിശക്തമായ സഹകരണവും പിന്തുണയും നിങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടരുന്ന ഇന്ററാക്റ്റീവ് സെഷനിൽ നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.